തന്റെ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ച ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അഭിഷേക് ജയദീപ്. ഒരുപാട് ആരാധകരുള്ള ഒരു താരം തന്നെയാണ് അഭിഷേക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി വന്ന അഭിഷേകിന് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അഭിഷേക് ജയദീപിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അഭിഷേക് ജയദീപ് വളർന്നു വരുമ്പോൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മേഖലയിലായിരുന്നു അഭിഷേകിന് താല്പര്യം. 2019 ഒക്ടോബറിൽ കോളേജിലെ അവസാന വർഷത്തിൽ പഠിക്കുമ്പോൾ കൊച്ചിയിലെ മിറ്റ്സോഗോ ടെക്നോളജീസിൽ ജോലി ലഭിച്ചു. 2020 അഭിഷേക് തന്റെ ലൈംഗികത കണ്ടെത്തി. എന്നിരുന്നാലും 2023 അദ്ദേഹം തന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവന്റെ ചില സുഹൃത്തുക്കൾ അവരിൽ നിന്ന് അകന്നു എന്നാണ് അഭിഷേക് പറയുന്നത്. 2021 ജനുവരി മുതൽ 2022 സെപ്റ്റംബർ വരെ പൂനെയിലെ ഇൻഫോസിസിൽ സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് സീനിയർ സിസ്റ്റം എഞ്ചിനീയറായി സ്ഥാനക്കയറ്റം നേടി. 2023 മാർച്ചിൽ അദ്ദേഹം സീനിയർ സിസ്റ്റം എഞ്ചിനീയറായി പൂനെയിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ചേർന്നു. പൂനെയിൽ താമസിക്കുമ്പോൾ മോഡലായി പ്രവർത്തിക്കാൻ തുടങ്ങിയ അദ്ദേഹം നിരവധി ബ്രാൻഡുകൾക്ക് മോഡലിംഗ് ചെയ്തു. വിവിധ സ്വവർഗാനുരാഗ മത്സരങ്ങളിൽ ജയദീപ് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ മിസ്റ്റർ ഗേ കേരളയായി അദ്ദേഹം കിരീടം ചൂടി. മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ 2023 റണ്ണറപ്പായി. എന്നാൽ 2024 പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി മാറി. തന്റെ ലൈംഗികത ആഭിമുഖ്യത്തെ അച്ഛൻ പിന്തുണയ്ക്കുന്നില്ലെന്നും ഷോയിലൂടെ അത് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും ജയദീപ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്നതോടെ LGBT വിരുദ്ധ കാഴ്ചപ്പാടുകൾക്ക് പേരുകെട്ട മറ്റൊരു മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാറുമായി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയിരുന്നു. ജയദീപിനെ നാമനിർദ്ദേശം ചെയ്ത ശ്രീകുമാർ പറഞ്ഞു, കുടുംബങ്ങളെ ശല്യപ്പെടുത്തുക എന്ന ലക്ഷ്യമുള്ള സമുദായത്തിൽപ്പെട്ടയാളാണ് ജയദീപ് എന്നാണ് അഭിഷേക് പറഞ്ഞിരുന്നത്. ജയദീപിന്റെ മദ്യനാമത്തെയും ശ്രീകുമാർ പരിഹസിച്ചതായി അന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ജയദീപിന്റെ യൂട്യൂബ് ചാനലിൽ 91,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജീവിതത്തിലെ സന്തോഷ കാര്യങ്ങളെല്ലാം ആരാധകരുമായിട്ട് അഭിഷേക് പങ്കുവെക്കാറുണ്ട്.